ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ബോഡി മെഷർമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഒരു തുണി എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് തൊട്ട് മാർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ മെഷർമെൻറ്റാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തെടുത്താലും തുണി ആദ്യം നമ്മൾ നാല് ഫോൾഡാക്കി മടക്കി വെക്കണമല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ടേപ്പിൽ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ തൊട്ട് എവിടെ വരെയാണോ ലെങ്ത്ത്, നമുക്ക് എവിടെ വരെയാണോ ഇഷ്ടം. ഇപ്പോൾ ചിലർക്ക് നല്ല ലെങ്ത്ത് വേണം, ഷോർട്ടായിട്ടുള്ള, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അത് നമ്മൾ ഷോൾഡർ ടു ലെങ്ത്ത്, അത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വരുന്ന ഈ 1 ഇഞ്ചില്ലേ, അത് നമ്മൾ താഴോട്ടിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര ലെങ്ത്ത് വേണമെന്ന് നമുക്ക് ഇവിടെ വരെ വെച്ച് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ നല്ല ലെങ്ത്ത് വേണമെങ്കിൽ ഇവിടെ 31 വരുന്നത്. അപ്പോൾ ഞാൻ 31 മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. അത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം മെഷർമെൻറ്റ് ഏതൊക്കെ അളവുകളാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ വേണ്ടത് ലെങ്ത്താണ്. രണ്ടാമത്തെ നമ്മൾ വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബാക്കിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരാളെ മെഷർമെൻറ്റ് നമ്മൾ അളവെടുക്കണമെങ്കിൽ അവരെ തിരിച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോൾഡർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കൂടിപ്പോയാൽ നമ്മളെ ഡ്രസ്സ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എടുക്കണം. ടാപ്പ് ഇവിടെ ഒരു നമ്മളെ കൈ താഴോട്ടേക്ക് വരുന്ന ഒരു അടയാളം ഉണ്ടാവില്ല, ഇങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ടാപ്പ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടേക്ക് വെക്കണം. അപ്പോൾ എൻ്റെ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കഴിഞ്ഞു, അതായത് ഷോൾഡർ ലെങ്ത്ത് കഴിഞ്ഞു, ഷോൾഡർ കഴിഞ്ഞു. മൂന്നാമത്തേത് നമുക്ക് നോക്കേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയും ടാപ്പ് വെച്ച് എടുക്കാം. അതായത് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് എടുക്കുക എത്രയുണ്ടെന്ന്. ഇവിടെയും എൻ്റെ 15 തന്നെയാണ് വരുന്നത്. ചിലർ പകുതി മാത്രം, ഇവിടെ ഒരു അടയാളം ഉണ്ടാവില്ലേ, അത് മാത്രമായിരിക്കും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുറ്റി എടുക്കുന്നതാണ്, ഞാൻ അധികവും ചുറ്റിയാണ് എടുക്കാറ്. അപ്പോൾ മൂന്നാമത്തെ ആം ഹോളാണ്. നാലാമത്തെ നമ്മളെ ചെസ്റ്റാണ്. നമ്മളെ ചെസ്റ്റും ബ്രസ്റ്റും, അതായത് ചെസ്റ്റിനേക്കാളും വലുപ്പം സൈസ് കൂടുതലാണ് ബ്രസ്റ്റിനെങ്കിൽ നമ്മൾ 2 സൈസും എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എൻ്റെ 2 സെയിം ആണ്. അതായത് നമ്മൾ ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും കറക്റ്റായിട്ട് നേരെ വെച്ചെടുക്കണം. എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 3 വിരൽ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. 34 എൻ്റെ വരുന്നത്. അങ്ങനെ ടൈറ്റാക്കി പിടിക്കരുത്, അപ്പോൾ നമുക്ക് അത് ടൈറ്റായി പോകും. ഒരു ലൂസാക്കി പിടിക്കാം. അപ്പോൾ 34 എനിക്ക് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു സീം അലവൻസ് 2 ഇഞ്ച് നിങ്ങൾ കൂട്ടിയാൽ മതി. പിന്നെ നമുക്ക് അറിയേണ്ടത് അതുപോലെ തന്നെ ബ്രസ്റ്റ് വേണമെങ്കിൽ നമ്മളെ ബ്രസ്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ അതുപോലെ തന്നെ ടൈറ്റായിട്ടൊന്നും പിടിക്കേണ്ട, കറക്റ്റ് എങ്ങനെയാണോ വരുന്നത് അങ്ങനെ പിടിക്കാം. പിന്നെ വരേണ്ടത് നമ്മളെ ഷേപ്പ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു വളവുണ്ടാവും, നമ്മളെ ഷേപ്പിലൊരു വളവില്ലേ, ആ വളവിനാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഷേപ്പ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. എൻ്റെ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് ഷോൾഡർ ടു തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് എവിടെയാണോ വരുന്നത് കറക്റ്റ് നോക്കുക. അതിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വിഡ്ത്തും അറിയണം. അവിടെ എത്ര വീതി ഉണ്ടെന്ന് അറിയണമല്ലോ, വീതി എത്രയുണ്ടെന്ന് അറിയണം. അവിടെ നമ്മൾ 3 വിരലൊന്നും വെക്കണ്ട, കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റാക്കി പിടിച്ചാൽ മതി. എത്രയാണോ എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുരിദാറിന് സ്ലിറ്റ് ഉണ്ടാവും. ആ സ്ലിറ്റ് എവിടെയാണ് വരുന്നത്, ഈ ചുരിദാറിന് സ്ലിറ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് വരുന്നത് നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ട് ടാപ്പ് ഷോൾഡറിൽ വെക്കാം.
എന്നിട്ട് നമ്മൾ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സ്ലിറ്റ്, ഇപ്പോഴത്തെ ടോപ്പിനൊക്കെ നമ്മൾ ഇവിടെ വെക്കാറുണ്ട്. ചിലർക്ക് ഭയങ്കര സ്ലിറ്റ്, അതായത് ഓപ്പൺ അധികം വേണ്ട എന്ന് പറയുന്നതാണ് താഴെ. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചാണ്. എൻ്റെ സ്ലിറ്റ് വരുന്നത് ഇവിടെ 17ലാണ്, 18ലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് എടുത്ത പോലെ തന്നെ അവിടെ കറക്റ്റായിട്ട് നമ്മൾ വിഡ്ത്തും നോക്കണം. അവിടെ റൗണ്ടാക്കി പിടിക്കാം കറക്റ്റ്. അവിടെ നമ്മൾ ഒന്ന് കറക്റ്റാക്കി, അത് ടൈറ്റാക്കിയല്ല, കറക്റ്റ് എന്താണോ അളവ് നിങ്ങൾക്ക് അതുപോലെ എടുക്കാം. ഇപ്പോൾ എൻ്റെ വരുന്നത് 33ആണ്. ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊരു സീം അലവൻസ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വരുന്നത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് പറഞ്ഞ പോലെ അതിന് 2 വണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ലെങ്ത്തും 2 വണ്ണം വരുന്നത്. ഒരു വണ്ണം ഇവിടെയുള്ള വണ്ണവും ഒരു വണ്ണം നമ്മൾ എവിടെയാണോ കൈൻ്റെ അളവുള്ള അവിടെയുള്ള വണ്ണമാണ് 2 വണ്ണം. പിന്നെ നമ്മൾ സ്ലീവ് എടുക്കുന്ന സമയത്ത് ലെങ്ത്ത് നമ്മൾ ഷോൾഡർ ടു എവിടെ ചിലർക്ക് ഹാഫ് ലെങ്ത് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫുൾ ലെങ്ത് ആയിരിക്കും ഇഷ്ടം. അത് എത്രയാണോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം. അതുപോലെ തന്നെ അവിടെ എവിടെ വരെയാണോ ഹാഫ് ആണെങ്കിൽ ചിലർ നമ്മൾ ഇവിടെ വരെ എടുക്കും. അവിടെയുള്ള റൗണ്ട് എത്രയാണെന്ന് ചുറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ആം ഹോൾ എടുത്തില്ലേ, അത് കണക്കായിരിക്കും. അതുകൊണ്ട് അത് പേടിക്കും. മുകളിലുള്ള വണ്ണം ആം ഹോളിൻ്റെത് സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലാസ്റ്റിന് നെക്കല്ലേ വേണ്ടത്. ഇപ്പോൾ നെക്ക് എടുക്കുന്ന സമയത്ത് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2.25 വെച്ചിട്ട് എടുക്കാം. അധികം കുറഞ്ഞു പോകണ്ട, 2.25. ഇനി 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് വെച്ച് എടുക്കാം. അത് ഓരോരുത്തർ ഇഷ്ടം. ചിലർക്ക് 3.5 അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. 3.5 അങ്ങനെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ഉണ്ട്, ബാക്ക് നെക്ക് ലെങ്ത്തും ഉണ്ട്. അത് നമ്മൾ ഈ ഷോൾഡർ വെച്ചിട്ട്, ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 വരുന്നത്. ചിലർക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി വേറെ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എഴുതുന്നതാണെങ്കിൽ ആദ്യം നമ്മൾ ഇറക്കം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് ചില വൈഡായിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇറക്കിയിട്ടുള്ള നെക്കാണെങ്കിൽ നമുക്കൊരു 7 ഇഞ്ച്, ചിലർ 8 എടുക്കുന്നവരുണ്ട്, അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മളെ ബാക്ക് നെക്കും. ഇതൊക്കെ കയറിയിട്ടുള്ള നെക്കാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തല്ല, വാങ്ങിയതാണ്. അപ്പോൾ ചിലർക്ക് നെക്ക് നല്ല ഇറക്കം ഉള്ള നെക്കാണെങ്കിൽ അതുപോലെ തന്നെ ബാക്കിലും. ഈ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചാണ്. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.